നാണം കെട്ട പരിപാടി ഈ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല. നാണം കെട്ട പരിപാടി, നാണം കെട്ട പരിപാടി ഈ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പോയിന്റാണ്. രാഷ്ട്രീയം പറയാൻ സതീശനെയും കോൺഗ്രസ് നേതാക്കളെയും പോലെ നാണമുള്ള ഒരാളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. രാഷ്ട്രീയം ഉറക്കെ പറയേണ്ടടുത്ത് പാരഡി പാട്ടുപാടി നടക്കുന്ന കോൺഗ്രസുകാർക്ക് വളരെ ചുരുക്കി കാര്യങ്ങളുടെ ഇരിപ്പുവശം പറഞ്ഞു തരാം. ഇപ്പോൾ ഏറ്റവും അവസാനം സ്കൂൾ കലോത്സവ വേദിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി തന്റെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞിരുന്നു. അതും കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ വേദിയിലിരുത്തി. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് പോലും ജാനകിയെന്നും സീതയെന്നും മറ്റും പേരിടാൻ സമ്മതിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. കലയുടെ രാഷ്ട്രീയം പറയാൻ കലോത്സവ വേദിയേക്കാൾ മികച്ച മറ്റൊരു വേദിയില്ലെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് MP ആയ ബെന്നി ബെഹന്നാൻ പോലും രാഷ്ട്രീയം പറയാൻ മടിച്ച വേദിയിൽ മുഖ്യമന്ത്രി തന്റെ കലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാട് ഉറക്കെ പറഞ്ഞത്. ഇനി കോൺഗ്രസുകാരോടൊരു ചോദ്യം: എപ്പോഴാണ് അവസാനമായി നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഇതുപോലെ ഒരു പൊതുവേദിയിൽ പറഞ്ഞത്? പൊതുവേദിയിൽ പറയാനുള്ള നാണം കൊണ്ടാകണം ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ സതീശൻ ജി ഒന്നും പറയാത്തത്. രാഷ്ട്രീയം പറയേണ്ടടുത്ത് അത് പറയുക തന്നെ വേണം, അല്ലാതെ അരാഷ്ട്രീയ പാരഡി ഗാനങ്ങൾ പാടി നടക്കുകയല്ല വേണ്ടത്. അതുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ പങ്കെടുത്ത KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ രാഷ്ട്രീയം പറയാതെ ഒളിച്ചു കളിച്ചപ്പോൾ, സംഘപരിവാറിനെതിരെ സംസാരിക്കാൻ ഭയന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മടിയോ ഭയമോ ഇല്ലാതെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ഗുരുദർശനങ്ങൾ വെച്ച് തന്നെ വിമർശിച്ചത്. ഗുരുദേവ ദർശനങ്ങളെ വക്രീകരിച്ച് ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് 93ാമത് ശിവഗിരി തീർത്ഥാടനം ഇത്തവണ നടക്കുന്നത്. ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ അതിരുകൾക്കുള്ളിൽ ഗുരുവിനെ തളച്ചിടാനുള്ള ഗൂഢശ്രമങ്ങൾക്കെതിരെ നാം ജാഗ്രത പാലിക്കണം. പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെയാണ്. പറയേണ്ട രാഷ്ട്രീയം ആരെയും ഭയക്കാതെ ഏതൊരു വേദിയിലും പറയും. അതുകൊണ്ടാണ് പാലക്കാട് ഒരു അതിഥി തൊഴിലാളിയെ സംഘികൾ തല്ലിക്കൊന്നപ്പോൾ കോൺഗ്രസിന്റെ മൂത്തത് മുതൽ യൂത്ത് വരെ മുഴുവൻ നേതാക്കളും മൗനം പാലിച്ച ഘട്ടത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി സംഘപരിവാർ രാഷ്ട്രീയത്തെ കടന്നാക്രമിച്ച് രംഗത്ത് വന്നത്. അന്ന് പെട്ടിക്കടയിൽ ചായ കുടിയും ബേക്കറിയിലെ ഹലുവ കഴിക്കലുമൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന രാഹുൽ ഗാന്ധിയെങ്കിലും ഒരു വാക്കുമിണ്ടി ഏതെങ്കിലും കോൺഗ്രസുകാർ കണ്ടിരുന്നു? കാണില്ല. അതാണ് രാഷ്ട്രീയം പറയുന്ന നേതാക്കളും പാരഡി പാട്ടുപാടി നടക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം. എന്തായാലും മലയാളികൾക്ക് ആശ്വസിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയിലും പുറത്തും പറയുന്നത് മതേതരത്വത്തിന്റെ രാഷ്ട്രീയമാണ്. അല്ലാതെ ചില കർണാടകയിലെ കോൺഗ്രസിന്റെ ഉപമുഖ്യമന്ത്രിമാരെ പോലെ സഭയിൽ RSSന്റെ ഗണഗീതം അദ്ദേഹം പാടാറില്ല. നമസ്തേ സദാവത്സലേ മാതൃഭൂമി ഹിന്ദുഭൂമി സുഖം വർദ്ധിതോഹം. നിയമസഭയിൽ RSSന്റെ ഗണഗീതം പാടുന്ന സംഘികളെ ഒന്ന് വാക്കാൽ പോലും വേദനിപ്പിക്കാത്ത, രാഷ്ട്രീയം പറയാത്ത പാരഡി ഗാനമേള സംഘങ്ങൾക്ക് രാഷ്ട്രീയം പറയുന്ന, കിട്ടുന്ന വേദിയിലൊക്കെ സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്നു തീർക്കുന്ന മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് നാണമില്ലേ എന്നൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ്. അത് പണ്ടാരോ പറഞ്ഞതുപോലെ അവരുടെ രാഷ്ട്രീയ DNA പ്രശ്നമാണ്.